എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. കേരള PSC നോട്ട്ബുക്കിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ 2 ഘട്ടങ്ങളിലായി നടന്ന ഖാദി ബോർഡ് LDC 2 സ്റ്റേജ് കഴിഞ്ഞിട്ടുള്ളൂ. മൂന്നാമത്തെ സ്റ്റേജ് 25-ാം തീയതി നവംബർ 25-ാം തീയതി നടക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ ആദ്യത്തെ 2 സ്റ്റേജുകളിൽ ചോദിച്ച പ്രധാനപ്പെട്ട സയൻസ് ചോദ്യങ്ങൾ അതാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഒരു കമ്പാരിസൺ ആണ്. കാരണം ആദ്യത്തെ ഘട്ടത്തിൽ ചോദിച്ച ചോദ്യമാണോ രണ്ടാമത്തെ ഘട്ടത്തിൽ ചോദിച്ച ചോദ്യമാണോ കൂടുതൽ എളുപ്പം. അതുപോലെ മാത്സ് ആണെങ്കിലും ആദ്യത്തെ ഘട്ടത്തിലെ മാത്സിനേക്കാൾ വളരെ എളുപ്പമായിരുന്നു രണ്ടാമത്തെ ഘട്ടത്തിലെ മാത്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനിയുള്ള ഘട്ടക്കാർ ഏത് ലെവലിൽ പഠിച്ചുകൊണ്ട് പോകണം എന്ന് നിങ്ങൾക്ക് ഏകദേശം ഈ ഒരു കമ്പാരിസണിലൂടെ മനസ്സിലാകും. കാരണം ചോദ്യങ്ങളുടെ നിലവാരം മാത്രമല്ല, ഇത് വന്നിരിക്കുന്ന ഏരിയ അതും ഡിഫറെൻ്റ് ആണോ അല്ലെങ്കിൽ ഒരേ ഭാഗത്ത് നിന്ന് തന്നെയാണോ ചോദ്യങ്ങൾ ആവർത്തിച്ചത് എന്നൊക്കെ നമുക്ക് ഈ ചോദ്യ പേപ്പർ തമ്മിലൊന്ന് കമ്പയർ ചെയ്യുമ്പോൾ മനസ്സിലാകും. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ചോദ്യം നോക്കിയാലോ. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് ആദ്യത്തെ സ്റ്റേജിൽ ആറ്റം എന്ന ഭാഗത്തു നിന്ന് വന്നിരിക്കുന്ന പ്രധാന ചോദ്യങ്ങൾ നമുക്ക് നോക്കാം. ഇവിടുത്തെ ചോദ്യം, ആറ്റത്തിനുള്ളിൽ കാണുന്ന കണങ്ങളുടെ പേരും അവയുടെ ചാർജും തന്നിരിക്കുന്നു. ശരിയായ ജോഡി അല്ലെങ്കിൽ ജോഡികൾ കണ്ടെത്തുക. 1 ഇലക്ട്രോൺ നെഗറ്റീവ് ചാർജ്, പ്രോട്ടോൺ ചാർജ് ഇല്ല, പ്രോട്ടോൺ പോസിറ്റീവ് ചാർജ്. 4 ന്യൂട്രോൺ നെഗറ്റീവ് ചാർജ്. ഈ തന്നിരിക്കുന്നതിനകത്ത് ശരിയായ ജോഡി ഏതാണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഇലക്ട്രോണിന് ഏത് ചാർജാണുള്ളത്? ഇലക്ട്രോണിന് നെഗറ്റീവ് ചാർജാണുള്ളത്. അപ്പോൾ ഒന്നാമത്തേത് കറക്റ്റാണ്. അടുത്തത് പ്രോട്ടോൺ ചാർജ് ഇല്ല. ആ പ്രസ്താവന തെറ്റാണ്. കാരണം പ്രോട്ടോണിന് ഏത് ചാർജാണ് ഉള്ളത്? പ്രോട്ടോണിന് പോസിറ്റീവ് ചാർജാണ് ഉള്ളത്. പ്രോട്ടോണിന് പോസിറ്റീവ് ചാർജാണ്. അപ്പോൾ മൂന്നാമത്തെ കാര്യത്തിൽ അത് തന്നിട്ടുണ്ട്, പ്രോട്ടോൺ പോസിറ്റീവ് ചാർജ്. അതും കറക്റ്റാണ്. ഇനി ന്യൂട്രോണിന് നെഗറ്റീവ് ചാർജാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ന്യൂട്രോണിന് ശരിക്കും എന്താ? ന്യൂട്രോണിന് ചാർജ് ഇല്ല. ആറ്റത്തിലെ ചാർജ് ഇല്ലാത്ത കണമാണ് ന്യൂട്രോണുകൾ. ആറ്റത്തിലെ ചാർജ് ഇല്ലാത്ത കണത്തിൻ്റെ പേരാണ് ന്യൂട്രോൺ. ന്യൂട്രോൺ കണ്ടെത്തിയതാരാ? ജെയിംസ് ചാഡ്വിക് ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നതിൽ ശരിയായ ജോഡി എന്ന് പറയുന്നത് 1 ഇലക്ട്രോണിന് നെഗറ്റീവ് ചാർജാണുള്ളത്, അതുപോലെ 3 പ്രോട്ടോൺ പോസിറ്റീവ് ചാർജ്. ഈ 2 പ്രസ്താവനകളാണ് കറക്റ്റായിട്ടുള്ളത്. ബാക്കി പ്രസ്താവനകൾ തെറ്റാണ്. അപ്പോൾ 1ഉം 3ഉം എന്നുള്ളതാണ് ഇവിടുത്തെ കറക്റ്റായിട്ടുള്ള ഉത്തരം. ഇനി അടുത്തതായിട്ട് ഈ രണ്ടാമത്തെ സ്റ്റേജിൽ തന്നെ ചോദിച്ച ഈ ഭാഗത്തു നിന്നുള്ള മറ്റൊരു ചോദ്യമാണ്, അഷ്ടക നിയമം ആവിഷ്കരിച്ചത് ആര്? ഓപ്ഷൻ എ ഡൊബറൈനർ, ഓപ്ഷൻ ബി ന്യൂലാൻഡ്സ്, ഓപ്ഷൻ സി മെൻഡലീഫ്, ഓപ്ഷൻ ഡി മോസ്ലി. ആരാണ്? ന്യൂലാൻഡ്സ് ആണ് അഷ്ടക നിയമം ആവിഷ്കരിച്ചത്. അഷ്ടക നിയമം എന്ന് പറഞ്ഞാൽ എന്താ? ഈ മൂലകങ്ങളെ ക്രമമായി എഴുതിയപ്പോൾ 8ാമത്തെ വരുന്ന മൂലകമുണ്ടല്ലോ, ആദ്യത്തേതിൻ്റെ ആവർത്തനമാണെന്ന് കണ്ടെത്തിയ നിയമമാണ് അഷ്ടക നിയമം എന്ന് പറയുന്നത്. ഇത് ആവിഷ്കരിച്ചത് 1865-ലാണ്. ജോൺ അലക്സാണ്ടർ ന്യൂലാൻഡ്സ് എന്ന ഇംഗ്ലീഷ് ശാസ്ത്രജ്ഞനാണ് ഇത് ചെയ്തത്. ജോൺ അലക്സാണ്ടർ ന്യൂലാൻഡ്സ് എന്നാണ് ഫുൾ നെയിം. ന്യൂലാൻഡ്സിൻ്റെ പീരിയോഡിക് ടേബിളിൽ ഉണ്ടായിരുന്ന മൂലകങ്ങൾ എത്രയായിരുന്നു? 56 മൂലകങ്ങളാണ് ഉണ്ടായിരുന്നത്. ഈ കാൽസ്യം വരെയുള്ള മൂലകങ്ങൾക്കായിരുന്നു അഷ്ടക നിയമം ബാധകമാവുന്നത്. അതുപോലെ ഈ അഷ്ടക നിയമത്തെ സംഗീതത്തിലെ സപ്തസ്വരങ്ങളുമായി ന്യൂലാൻഡ്സ് താരതമ്യം ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഓപ്ഷൻ എ ഡൊബറൈനർ എന്ന ശാസ്ത്രജ്ഞനാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ആശയമാണ് ത്രികങ്ങൾ എന്ന ആശയം. ത്രികങ്ങൾ. ജൊഹാൻ ഡൊബറൈനർ എന്നാണ് ഫുൾ നെയിം. ഇദ്ദേഹം പല മൂലകങ്ങളുടെയും 3 വീതമുള്ള ഗ്രൂപ്പുകളിൽ രാസപരവും ഭൗതികവുമായ സ്വഭാവ സാദൃശ്യങ്ങൾ ഉണ്ടെന്ന് കണ്ടെത്തി. ത്രികങ്ങളിൽ 1ാമത്തെയും 3ാമത്തെയും മൂലകങ്ങളുടെ ആറ്റോമിക മാസിൻ്റെ ഏകദേശ ശരാശരി തന്നെയാണ് മധ്യഭാഗത്തു വരുന്ന മൂലകത്തിൻ്റെ ആറ്റോമിക മാസ് എന്നും കൂടി അദ്ദേഹം കണ്ടെത്തി. അപ്പോൾ ത്രികങ്ങൾ എന്ന ആശയം ആരുമായി ബന്ധപ്പെട്ടതാണ്? ഡൊബറൈനർ എന്ന ശാസ്ത്രജ്ഞനുമായി ബന്ധപ്പെട്ടതാണ്. ഇനി അടുത്തത് നമ്മുടെ ഓപ്ഷനിലുള്ളത് മെൻഡലീഫാണ്. ദിമിത്രി മെൻഡലീഫ് എന്നാണ് ഇദ്ദേഹത്തിൻ്റെ ശരിക്കും ഉള്ള പേര്. ഫാദർ ഓഫ് പീരിയോഡിക് ടേബിൾ എന്നറിയപ്പെടുന്നത് ദിമിത്രി മെൻഡലീഫ് ആണ്.
ഈ ദിമിത്രി മെൻഡലീഫ് മൂലകങ്ങളെ അതിൻ്റെ ആറ്റോമിക മാസിൻ്റെ അടിസ്ഥാനത്തിലാണ് വേർതിരിച്ചത്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ആറ്റോമിക മാസിൻ്റെ അടിസ്ഥാനത്തിൽ. ഇനി ആറ്റോമിക നമ്പറിൻ്റെ അടിസ്ഥാനത്തിൽ മൂലകങ്ങളെ വർഗീകരിച്ചതാരാ? അതാണ് നമ്മുടെ ഓപ്ഷനിലുള്ള മോസ്ലി. ഹെൻറി മോസ്ലി എന്ന ശാസ്ത്രജ്ഞനാണ് ആറ്റോമിക നമ്പറിൻ്റെ അടിസ്ഥാനത്തിൽ മൂലകങ്ങളെ വേർതിരിച്ചത്. ദിമിത്രി മെൻഡലീഫ് മൂലകങ്ങളെ ആറ്റോമിക മാസിൻ്റെ അടിസ്ഥാനത്തിലാണ് വേർതിരിച്ചത്. നമ്മൾ പറഞ്ഞ മോസ്ലി ഉണ്ടല്ലോ, ഹെൻറി മോസ്ലി, അദ്ദേഹമാണ് ആധുനിക ആവർത്തന പട്ടികയുടെ പിതാവ്. നമ്മൾ ഇപ്പോൾ പറഞ്ഞല്ലോ, ഫാദർ ഓഫ് പീരിയോഡിക് ടേബിൾ എന്നറിയപ്പെടുന്നത് ദിമിത്രി മെൻഡലീഫാണ്. എന്നാൽ ആധുനിക ആവർത്തന പട്ടിക അല്ലെങ്കിൽ മോഡേൺ പീരിയോഡിക് ടേബിൾ അതിൻ്റെ പിതാവായിട്ട് അറിയപ്പെടുന്നത് ഹെൻറി മോസ്ലി ആണ്. ആധുനിക പീരിയോഡിക് നിയമം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ആരാണ് എന്ന് ചോദിച്ചാൽ ആരാ? അതും ഹെൻറി മോസ്ലി തന്നെയാണ്. ഇദ്ദേഹമാണ് ആറ്റോമിക നമ്പറിൻ്റെ അടിസ്ഥാനത്തിൽ മൂലകങ്ങളെ വർഗീകരിച്ചത്. ഈ മോസ്ലി അദ്ദേഹത്തിൻ്റെ പരീക്ഷണത്തിൽ മൂലകങ്ങൾക്ക് ആറ്റോമിക നമ്പർ നൽകിയത് ഏത് പരീക്ഷണത്തിലൂടെയാണ് എന്ന് ചോദിക്കാറുണ്ട്. ഏത് പരീക്ഷണമാണ്? എക്സ്റേ ഡിഫ്രാക്ഷൻ പരീക്ഷണമാണ്. അപ്പോൾ ഈ ചോദ്യവുമായി ബന്ധപ്പെട്ട് നമ്മൾ എല്ലാ ഓപ്ഷനും തന്നെ നോക്കി. ഇനി അടുത്ത ഒരു ചോദ്യത്തിലേക്ക് പോകാം. ഖാദി ബോർഡ് LDCയുടെ ഫസ്റ്റ് സ്റ്റേജിൽ PSC ഭാഗത്തു നിന്ന് ചോദിച്ച ചോദ്യങ്ങളാണ്. ആദ്യത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നതിൽ നിന്നും ഐസോടോപ്പുകളുടെ ജോഡി കണ്ടെത്തുക എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഐസോടോപ്പുകളുടെ ജോഡി കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നോക്കിയേ, ഇതിനകത്ത് ഐസോടോപ്പുകൾ എന്ന് പറഞ്ഞാൽ എന്താ? ഐസോടോപ്പുകൾ എന്ന് പറഞ്ഞാൽ ഒരേ ആറ്റോമിക നമ്പറും വ്യത്യസ്ത മാസ് നമ്പറുമുള്ള ഒരേ മൂലകത്തിൻ്റെ വ്യത്യസ്ത ആറ്റങ്ങളെയാണ് ഐസോടോപ്പുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഐസോടോപ്പുകൾ എന്താണെന്ന് അറിയണമെങ്കിൽ നമുക്ക് ആറ്റോമിക നമ്പർ എന്താണെന്ന് അറിയണം, മാസ് നമ്പർ എന്താണെന്നും അറിയണം. ഓക്കെ, അപ്പോൾ ആറ്റോമിക നമ്പർ എന്ന് പറഞ്ഞാൽ പ്രോട്ടോണുകളുടെ എണ്ണം, ഇലക്ട്രോണുകളുടെ എണ്ണം, ഇതിനെയാണ് ആറ്റോമിക നമ്പർ എന്ന് പറയുന്നത്. മാസ് നമ്പർ എന്ന് പറഞ്ഞാൽ പ്രോട്ടോണുകളുടെ എണ്ണവും ന്യൂട്രോണുകളുടെ എണ്ണവും കൂട്ടുന്നതിനെയാണ് മാസ് നമ്പർ എന്ന് പറയുന്നത്. ഇനി ന്യൂട്രോണുകളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ എന്താ? മാസ് നമ്പറിൽ നിന്നും ആറ്റോമിക നമ്പർ കുറയ്ക്കുന്നതാണ് ന്യൂട്രോണുകളുടെ എണ്ണം. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഒരാറ്റത്തിനെ സൂചിപ്പിക്കുന്നതിനായിട്ട് അതിൻ്റെ പ്രതീകം എഴുതും അല്ലേ? അപ്പോൾ അതിൻ്റെ ഇടതുവശത്ത് മുകളിലായിട്ട് എഴുതുന്നതാണ് മാസ് നമ്പർ, ഇടതുവശത്ത് താഴെയായിട്ട് എഴുതുന്നതാണ് ആറ്റോമിക നമ്പർ. അപ്പോൾ നിങ്ങൾ ചോദ്യത്തിലേക്കൊന്ന് നോക്കിയേ. ഇവിടെ തന്നിരിക്കുന്നതിനകത്ത് ഒരേ ആറ്റോമിക നമ്പറും വ്യത്യസ്ത മാസ് നമ്പറുമുള്ള ഒരേ മൂലകത്തിൻ്റെ വ്യത്യസ്ത ആറ്റങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കിയേ. ഇവിടെ സി എന്ന് പറഞ്ഞ് തന്നിരിക്കുന്നത് നോക്കിയേ, ഇടത് സൈഡിലായിട്ട് താഴെ 6 തന്നിട്ടുണ്ട്, മുകളിൽ 12 തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അടുത്തതിന് എന്താണ്? താഴെ 6 മുകളിൽ 14 തന്നിട്ടുണ്ട്. അപ്പോൾ താഴെ തന്നിരിക്കുന്നതാണ് ആറ്റോമിക നമ്പർ, മുകളിൽ തന്നിരിക്കുന്നതാണ് മാസ് നമ്പർ. അപ്പോൾ കണ്ടോ, ഒരേ ആറ്റോമിക നമ്പറും വ്യത്യസ്ത മാസ് നമ്പറും ഉള്ള ഒരേ മൂലകം, അതാണ് സി രണ്ടിൻ്റെയും പേര്, ഒരേ മൂലകത്തിൻ്റെ വ്യത്യസ്ത ആറ്റം, അതാണ് ഐസോടോപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ചോദ്യത്തിനകത്ത് ഐസോടോപ്പുകളുടെ ജോഡി എന്ന് പറയുന്നത് സി ആണ്. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പോൾ ഒരേ മൂലകത്തിൻ്റെ ആയതുകൊണ്ടാണ് അതിനെ ഐസോടോപ്പ് എന്ന് പറയുന്നത്. ഈ ഐസോടോപ്പുകൾ കണ്ടെത്തിയത് ഫെഡറിക് സോഡി എന്ന ആളാണ്. ഏറ്റവും കൂടുതൽ ഐസോടോപ്പുകൾ ഉള്ള മൂലകം ഏതാ? ടിന്നാണ്. 10 ഐസോടോപ്പുകളാണ് ടിന്നിന് ഉള്ളത്. ഇനി നമ്മളോട് സാധാരണ എപ്പോഴും ചോദിക്കുന്ന ഐസോടോപ്പ് എന്ന് പറഞ്ഞാൽ ഹൈഡ്രജൻ്റെ 3 ഐസോടോപ്പുകളാണ്. അതേതൊക്കെയാണ്? ഒന്ന് പ്രോട്ടിയം, അതുപോലെ ട്രീഷിയം, ഡ്യൂട്ടീരിയം. ഈ 3 എണ്ണമാണ് നമുക്ക് പരീക്ഷകളിൽ ആവർത്തിച്ച് വരുന്ന ഹൈഡ്രജൻ്റെ ഐസോടോപ്പുകൾ. ഇതിനെപ്പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിച്ചിട്ട് വേണം പരീക്ഷയ്ക്ക് പോകാനായിട്ട്. നമുക്ക് ഹൈഡ്രജൻ്റെ ഓരോ ഐസോടോപ്പും അതിൻ്റെ പ്രത്യേകതകളും പഠിക്കാം. ഏറ്റവും ലളിതമായ ഹൈഡ്രജൻ്റെ ഐസോടോപ്പാണ് പ്രോട്ടിയം.
ന്യൂക്ലിയർ റിയാക്ടറുകളിൽ ഉപയോഗിക്കുന്ന ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പാണ് ഡ്യൂട്ടീരിയമാണ് ന്യൂക്ലിയർ റിയാക്ടറുകളിൽ ഉപയോഗിക്കുന്ന ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പ്. റേഡിയോ ആക്റ്റീവായ ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പ് ഏതാണ്? അത് ട്രീഷ്യമാണ്. റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പ് ഏതാണ്? ട്രീഷ്യമാണ്. ഓക്കെ. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പ് ഏതാണെന്നാണ് ചോദിക്കുന്നതെങ്കിൽ അത് പ്രോട്ടിയമാണ് പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പ്. ഇനി ഈ രണ്ടാം സ്റ്റേജിൽ ചോദിച്ച 2 സിമ്പിൾ ചോദ്യങ്ങൾ നോക്കാം. ഏത് ലോഹത്തിൻ്റെ അയിരാണ് കലാമിൻ? ഓപ്ഷൻ എ അലുമിനിയം, ഓപ്ഷൻ ബി കോപ്പർ, ഓപ്ഷൻ സി ഇരുമ്പ്, ഓപ്ഷൻ ഡി സിങ്ക്. കലാമിൻ എന്ന് പറയുന്നത് ഏത് ലോഹത്തിൻ്റെ അയിരാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതിൻ്റെതാണ്? സിങ്കിൻ്റെ അയിരാണ് കലാമിൻ. ഇനി അലുമിനിയത്തിൻ്റെ അയിരാണ് ബോക്സൈറ്റും ക്രയോലൈറ്റും അലുമിനിയത്തിൻ്റെ അയിരാണ്. കോപ്പറിൻ്റെ അയിരേതാണ്? കോപ്പറിൻ്റെ അയിരാണ് മാലക്കൈറ്റ് കോപ്പറിൻ്റെ അയിരാണ്. ഇരുമ്പ് അഥവാ അയൺ ഇരുമ്പിൻ്റെ അയിരാണ് ഹേമറ്റൈറ്റ് ഇരുമ്പിൻ്റെ അയിരാണ്. ഇനി അടുത്ത ചോദ്യം, ജലത്തിൻ്റെ ഘടകമൂലകങ്ങൾ. ഓപ്ഷൻ എ ഹൈഡ്രജൻ, നൈട്രജൻ, ഓപ്ഷൻ ബി നൈട്രജൻ, ഓക്സിജൻ, ഓപ്ഷൻ സി ഹൈഡ്രജൻ, ഓക്സിജൻ, ഓപ്ഷൻ ഡി ഓക്സിജൻ, കാർബൺ. ഏതാണ്? ജലത്തിൻ്റെ ഘടകമൂലകങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. ജലത്തിൻ്റെ രാസസൂത്രം എന്താ? H2O എന്നാണ് അല്ലേ? അപ്പോൾ ഹൈഡ്രജനും ഓക്സിജനും, ഇതൊക്കെ സിമ്പിളായിട്ടുള്ള ചോദ്യമാണ്. ഹൈഡ്രജനും ഓക്സിജനുമാണ് ജലത്തിലെ ഘടകമൂലകങ്ങൾ. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഘനജലത്തിൻ്റെ രാസസൂത്രം ഏത്? ഓപ്ഷൻ എ H2O, ഓപ്ഷൻ ബി CO2, ഓപ്ഷൻ എ H2O, ഓപ്ഷൻ ബി CO2, ഓപ്ഷൻ സി D2O, ഓപ്ഷൻ ഡി N2O. ഇതിനകത്ത് ഘനജലത്തിൻ്റെ രാസസൂത്രം ഏതാണെന്നാണ് ചോദ്യം. ഇവിടെ കറക്റ്റായിട്ടുള്ള ഉത്തരം D2O ആണ്. ഘനജലം എന്ന് പറഞ്ഞാൽ എന്താണ്? ഡ്യൂട്ടീരിയം ഓക്സൈഡാണ് ഘനജലം എന്ന് അറിയപ്പെടുന്നത്. ഇത് ഉപയോഗിക്കുന്നത് ന്യൂക്ലിയർ റിയാക്ടറുകളിലാണ് ഉപയോഗിക്കുന്നത്. അതായത് ജലത്തിലുള്ള സാധാരണ ഹൈഡ്രജൻ ആറ്റങ്ങൾക്ക് പകരം ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പായ ഡ്യൂട്ടീരിയം അടങ്ങിയിരിക്കുന്ന ജലമാണ് ഘനജലം. നമ്മളിപ്പോൾ ഇതിനു മുൻപ് പറഞ്ഞല്ലോ, ഹൈഡ്രജൻ്റെ പ്രധാന ഐസോട്ടോപ്പുകളെ പറ്റി പറഞ്ഞു. അപ്പം ആ ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പായ ഡ്യൂട്ടീരിയം അടങ്ങിയ ജലമാണ് ഹെവി വാട്ടർ അല്ലെങ്കിൽ ഘനജലം എന്ന് അറിയപ്പെടുന്നത്. ഇത് ന്യൂക്ലിയർ റിയാക്ടറുകളിൽ ഉപയോഗിക്കുന്നു. അടുത്ത ചോദ്യം, അപദ്രവ്യങ്ങൾക്ക് അയിരിനേക്കാൾ സാന്ദ്രത കുറവാണെങ്കിൽ ഉപയോഗപ്പെടുത്തുന്ന സാന്ദ്രണ മാർഗം ഏത്? ഓപ്ഷൻ എ കാന്തിക വിഭജനം, ഓപ്ഷൻ ബി ലീച്ചിങ്, ഓപ്ഷൻ സി പ്ലവന പ്രക്രിയ, ഓപ്ഷൻ ഡി ജലപ്രവാഹത്തിൽ കഴുകൽ. ഇത് SCRTയിൽ നമുക്ക് ലോഹ നിഷ്കർഷണം എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട്, അവിടുന്ന് വരുന്ന ചോദ്യമാണ്. ഇപ്പോൾ മിക്ക പരീക്ഷകളിലും ആവർത്തിച്ച് ചോദ്യം വരുന്ന ഒരു മേഖലയാണ് ഈ ലോഹ നിഷ്കർഷണം എന്ന് പറയുന്ന ആ ചാപ്റ്റർ. ഓക്കെ. അപ്പോൾ അയിരുകളുടെ സാന്ദ്രണം, ഇവിടെ ഉത്തരം ആദ്യം പറയാം. അപദ്രവ്യങ്ങൾക്ക് അയിരിനേക്കാൾ സാന്ദ്രത കുറവാണെങ്കിൽ ഉപയോഗപ്പെടുത്തുന്ന സാന്ദ്രണ മാർഗമാണ് ജലപ്രവാഹത്തിൽ കഴുകൽ എന്ന് പറയുന്നത്. അതായത് അപദ്രവ്യം സാന്ദ്രത കുറഞ്ഞതും അയിര് സാന്ദ്രത കൂടിയതുമാണെങ്കിൽ, ഓക്കെ, അങ്ങനെയുള്ള അവസരത്തിലാണ് ജലപ്രവാഹത്തിൽ കഴുകി എടുക്കുന്നത്. അതായത് ഓക്സൈഡ് അയിരുകൾ, അതുപോലെ സ്വർണത്തിൻ്റെ അയിരുകൾ തുടങ്ങിയവയുടെ സാന്ദ്രണം നടത്തുന്നത് ഈ ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കുന്നതിലൂടെയാണ്. ഇതിന് മറ്റൊരു പേരാണ് ഗുരുത്വ വേർതിരിക്കൽ എന്നും ഇത് അറിയപ്പെടുന്നു. ഓക്കെ. അപ്പോൾ ഇവിടെ എന്താണ്? അയിര് അതുപോലെ ഗാങ്, ഇതിൻ്റെ ആപേക്ഷിക സാന്ദ്രതയുടെ വ്യത്യാസത്തെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഈ ഒരു സാന്ദ്രണ രീതി തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഇനി കാന്തിക വിഭജനം എന്ന് പറഞ്ഞാൽ എന്താ? അയിരിനോ അപദ്രവ്യത്തിനോ ഏതെങ്കിലും ഒന്നിന് കാന്തിക സ്വഭാവമുണ്ടെങ്കിൽ സാന്ദ്രണം ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന മാർഗമാണ് കാന്തിക വിഭജനം അല്ലെങ്കിൽ മാഗ്നറ്റിക് സെപ്പറേഷൻ എന്ന് പറയും. അതായത് മാഗ്നറ്റൈറ്റ് എന്ന് പറയുന്ന ഇരുമ്പിൻ്റെ അയിരിനെ സാന്ദ്രണം ചെയ്യുന്നതിന് ഉപയോഗിക്കുന്നത് കാന്തിക വിഭജനമാണ്. കാന്തികമല്ലാത്ത ടിന്നിൻ്റെ അയിരാണ് ടിൻ സ്റ്റോൺ.
ഈ ടിൻ സ്റ്റോണിൽ നിന്ന് കാന്തിക അപദ്രവ്യമായ അയൺ ടങ്സ്റ്റേൺ, അത് ശ്രദ്ധിച്ചിരിക്കുക, ടിന്നിൻ്റെ അയിരാണ് ടിൻ സ്റ്റോണ്, അത് കാന്തികമല്ല. എന്നാൽ അതിനകത്ത് കാന്തിക അപദ്രവ്യമായ അയൺ ടങ്സ്റ്റേൺ, ഇതിനെ നീക്കം ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് കാന്തിക വിഭജനമാണ്. അയൺ ടങ്സ്റ്റേണിനെ നീക്കം ചെയ്യാൻ ഉപയോഗിക്കുന്നത് കാന്തിക വിഭജനമാണ്. ഇനി അടുത്തത് പ്ലവന പ്രക്രിയ. പ്ലവന പ്രക്രിയ എന്ന് പറഞ്ഞാൽ എന്താ? അപദ്രവ്യം സാന്ദ്രത കൂടിയതും അയിര് സാന്ദ്രത കുറഞ്ഞതുമാകുമ്പോൾ നമ്മൾ ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് പഠിക്കുക. അതാണ് പ്ലവന പ്രക്രിയ വഴി സാന്ദ്രണം ചെയ്യുന്നു. സൾഫൈഡ് അയിരുകളിൽ നിന്നും ഗ്യാങ്ങിനെ നീക്കം ചെയ്യാനായിട്ടാണ് ഈ രീതി ഉപയോഗിക്കുന്നത്. ഓക്കെ, മറ്റൊരു സാന്ദ്രീകരണ രീതിയാണ് ലീച്ചിങ് എന്ന് പറയുന്നത്. ലീച്ചിങ് സാധാരണയായിട്ട് ഉപയോഗിക്കാറുള്ളത് അലുമിനിയത്തിൻ്റെ അയിരായ ബോക്സൈറ്റിനെ സാന്ദ്രണം ചെയ്യാനാണ്. അലുമിനിയത്തിൻ്റെ അയിരായ ബോക്സൈറ്റ് സാന്ദ്രണം ചെയ്യുന്ന രീതിയാണ് ലീച്ചിങ് എന്ന് പറയുന്നത്. പ്രീവിയസ് ക്വസ്റ്റൻ ആണ്, ഓൾറെഡി ഇതിനെപ്പറ്റി ചോദിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഭാഗം നന്നായിട്ട് പഠിക്കണം, കാരണം ഈ ഭാഗത്തു നിന്ന് ഈ പ്രിലിംസിന് മിക്കവാറും ചോദ്യങ്ങൾ വരുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതിന് മുൻപേ വന്ന ഒരു ചോദ്യം നോക്കാം. 2022 ചോദിച്ച ചോദ്യമാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ സാന്ദ്രീകരിച്ച അയിരിൽ നിന്നും ലോഹത്തെ വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന മാർഗങ്ങൾ ഏതെല്ലാം? അതും ഈ ഭാഗത്തു നിന്നും ഉള്ള മറ്റൊരു രീതിയിലുള്ള ചോദ്യമാണ്. ഉരുക്കി വേർതിരിക്കൽ, കാൽസിനേഷൻ, ലീച്ചിങ്, റോസ്റ്റിംഗ്, ഇതിനകത്ത് ഏതൊക്കെയാണ് സാന്ദ്രീകരിച്ച അയിരിൽ നിന്നും ലോഹത്തെ വേർതിരിക്കാൻ ഉപയോഗിക്കുന്നത് എന്നാണ് ചോദ്യം. ഇവിടെ ഉത്തരമായി വരുന്നത് കാൽസിനേഷനും റോസ്റ്റിങ്ങുമാണ്. കാൽസിനേഷനും റോസ്റ്റിങ്ങും. അപ്പോൾ ലോഹ ശുദ്ധീകരണം എന്ന് പറയുന്ന ഭാഗത്തു നിന്നാണ് ഈ ഒരു ചോദ്യം ചോദിച്ചിരിക്കുന്നത് കേട്ടോ. ലോഹ സാന്ദ്രണമല്ല, ഇത് ശുദ്ധീകരണമാണ്. ലോഹ ശുദ്ധീകരണത്തിനുള്ള വിവിധ മാർഗങ്ങളാണ് ഉരുക്കി വേർതിരിക്കുക, സ്വേദനം, വൈദ്യുത വിശ്ലേഷണം, അതുപോലെ കാൽസിനേഷൻ, റോസ്റ്റിംഗ് എന്നിവ. ഓക്കെ, അപ്പോൾ ഈ ലോഹ ശുദ്ധീകരണം എന്ന് പറഞ്ഞാൽ എന്താ? നിരോക്സീകരണം വഴി നിർമ്മിക്കുന്ന ലോഹത്തിൽ നിന്ന് മറ്റ് ലോഹങ്ങളെയും ലോഹ ഓക്സൈഡുകളെയും വേർതിരിക്കുന്നതിനെയാണ് ലോഹ ശുദ്ധീകരണം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഉരുക്കി വേർതിരിക്കൽ എന്ന് പറയുന്ന പ്രക്രിയ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ലോഹത്തെ ചൂടാക്കുന്നു. അങ്ങനെ ഈ ചെരിഞ്ഞ പ്രതലത്തിൽ, ഫർണസിൻ്റെ ഒരു ചെരിഞ്ഞ പ്രതലത്തിൽ വെച്ചാണ് ചൂടാക്കുന്നത്. അങ്ങനെ ശുദ്ധലോഹം അപദ്രവ്യങ്ങളിൽ നിന്നും വേർതിരിഞ്ഞ് ഉരുകി താഴേക്ക് വീഴുന്നു. ഇതിനെയാണ് ഉരുക്കി വേർതിരിക്കൽ എന്ന് പറയുന്നത്. ഇതിന് ഉദാഹരണം ടിന്ന്, ലെഡ് തുടങ്ങിയ ലോഹങ്ങൾ ശുദ്ധീകരിക്കാനായിട്ട് ഉരുക്കി വേർതിരിക്കലാണ് ഉപയോഗിക്കുന്നത്. ഇനി സ്വേദനം എന്ന് പറഞ്ഞാൽ എന്താ? കുറഞ്ഞ തിളനിലയുള്ള ലോഹങ്ങളുണ്ടല്ലോ, സിങ്ക്, കാഡ്മിയം, മെർക്കുറി തുടങ്ങിയവ ശുദ്ധീകരിക്കുന്നതിനായിട്ടാണ് സ്വേദനം ഉപയോഗിക്കുന്നത്. അതായത് അപദ്രവ്യമടങ്ങിയ ലോഹം ഒരു റീടോർട്ടിൽ വെച്ച് ചൂടാക്കുമ്പോൾ ശുദ്ധലോഹം ലഭിക്കുന്ന രീതിയെയാണ് സ്വേദനം എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്വേദനം എന്താണെന്ന് നിങ്ങൾ പഠിച്ചില്ലെങ്കിലും ഇതിനെ എക്സാമ്പിൾ പഠിച്ചിരിക്കണം. സിങ്ക്, കാഡ്മിയം, മെർക്കുറി തുടങ്ങിയവയുടെ ശുദ്ധീകരണത്തിന് ഉപയോഗിക്കുന്നത് സ്വേദനമാണ്. അതുപോലെ കാൽസിനേഷൻ നമ്മുടെ ഓപ്ഷനിലുണ്ടായിരുന്നു. വായുവിൻ്റെ അസാന്നിധ്യത്തിൽ അയിരിനെ അതിൻ്റെ ദ്രവണാങ്കത്തേക്കാൾ കുറഞ്ഞ താപനിലയിൽ ചൂടാക്കുന്നതിനെയാണ് കാൽസിനേഷൻ എന്ന് പറയുന്നത്. ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്താ? വായുവില്ല, വായുവിൻ്റെ അസാന്നിധ്യത്തിലാണ് അയിരിനെ ദ്രവണാങ്കത്തേക്കാൾ കുറഞ്ഞ താപനിലയിൽ ചൂടാക്കുന്നു. ഇനി റോസ്റ്റിംഗ് ഉണ്ടല്ലോ, റോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ വായുവിൻ്റെ സാന്നിധ്യത്തിലാണ് റോസ്റ്റിംഗ് നടത്തുന്നത്. കാൽസിനേഷൻ വായുവിൻ്റെ സാന്നിധ്യത്തിലാണ് റോസ്റ്റിംഗ് നടത്തുന്നത്. വായുവിൻ്റെ സാന്നിധ്യത്തിൽ തന്നെ അയിരിനെ അതിൻ്റെ ദ്രവണാങ്കത്തേക്കാൾ കുറഞ്ഞ താപനിലയിൽ ചൂടാക്കുന്നു. അതിനെയാണ് റോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ലോഹ ശുദ്ധീകരണവും അതുപോലെ തന്നെ ലോഹ സാന്ദ്രണവും ഇമ്പോർട്ടൻ്റ് ആണെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും ഒരു എക്സാമിന് മുമ്പ് നമ്മൾ അറിഞ്ഞിരിക്കണം. കാരണം ഇത് SCERTയിൽ പറഞ്ഞിരിക്കുന്ന ഫാക്റ്റാണ്. ഈ ഭാഗത്തു നിന്ന് മിക്കപ്പോഴും ചോദ്യങ്ങൾ ആവർത്തിക്കുന്ന ഒരു ഭാഗമാണ്. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് സയൻസിൻ്റെ നമ്മൾ ഇന്ന് നോക്കുന്നത്. ബാക്കി ചോദ്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പം ഇതുപോലത്തെ ഉള്ള ക്ലാസ്സുകൾ ഇനി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ നിങ്ങൾക്ക് കമൻറ്റായിട്ട് അറിയിക്കാം.
അതുപോലെ ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്തിട്ടില്ലാത്തവർ, നിങ്ങൾക്ക് ഡെയിലി കറണ്ട് അഫയേഴ്സ് പഠിക്കണമെന്ന് താല്പര്യമുള്ളവർ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ക്ലാസ് കാണുന്നവർ, ക്ലാസ് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക്